Narration. At the end of the story, his first flight, the young seagull successfully faced the challenges of its life. Have you ever faced challenges in your life? How did you overcome them? Narrate any one sudden. Narration എന്ന് പറഞ്ഞാൽ അതിൽ narrative എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് മക്കളെ? കഥ എഴുതി വെക്കുക, കഥ നരേറ്റ് ചെയ്യുക, വേറൊന്നുമില്ല. ഫോർമാറ്റ് ഇല്ല, ടൈറ്റിൽ ഇല്ല, ഒരു പരിപാടി ഇല്ല. കഥ എഴുതി വെക്കാൻ അറിയുമെങ്കിൽ എഴുതി വെക്കുക, അത്രയുള്ള സംഭവം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ കഥയാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ലൈഫിലെ കഥയാണ്. അപ്പൊ പിന്നെ സിമ്പിൾ ആണ് പരിപാടി, നിങ്ങളുടെ ലൈഫിലെ കഥ എഴുതി വെക്കുക. ഇറ്റ് വാസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്, ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കുക അല്ലേ? നിങ്ങളോട് നിങ്ങളുടെ കഥ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇറ്റ് വാസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്, ഇറ്റ് വാസ് വെൻ ഐ വാസ് ഇൻ ദ 4th സ്റ്റാൻഡേർഡ്. മൈ ഫാദർ വാണ്ടഡ് ടു ടീച്ച് മീ സ്വിംഗിങ്. ഹി ടുക്ക് മീ ടു ദ കോച്ചിങ് സെന്റർ. ബ്ലാ 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 ബ്ലാ. കഥ എന്ത് ചെയ്യുക? കഥയ്ക്കൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരിക്കണം, ബിഗിനിങ് ഉണ്ടായിരിക്കണം, കഥയ്ക്കൊരു മിഡിൽ ഉണ്ടായിരിക്കണം, കഥയ്ക്കൊരു എൻഡ് ഉണ്ടായിരിക്കണം. അനാവശ്യമായിട്ട് അവസ്ഥ എന്ത് ചെയ്യുക? ക്ലൈമാക്സുകളൊക്കെ ദൃശ്യം കളിക്കാൻ നിൽക്കേണ്ട. ടീച്ചറിന് മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു കഥയ്ക്കൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവണം, കഥയ്ക്കൊരു മിഡിൽ ഉണ്ടാവണം, കഥയ്ക്കൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ രീതിയിലുള്ള കഥയായിരിക്കണം. അല്ലാണ്ട് ഇടയെ വെച്ചിട്ട് കഥ നിർത്തിയിട്ട് രണ്ടാമത്തെ പാർട്ടിൽ വരുന്നു പറഞ്ഞിട്ട് നമ്മുടെ മലയക്കോട്ടെ വാലിബനെ പോലെ ഒന്നും ആക്കി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയിൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, ഫുൾ കാര്യങ്ങൾ അതിലുണ്ടാവണം. ഇനി നരേറ്റീവ് എങ്ങനെയും വരാം മക്കളെ, ചാപ്റ്റർ ബേസ്ഡ് ആയുള്ള നരേറ്റീവും വരാം. ഓക്കെ, ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ഇപ്പൊ ചാപ്റ്റർ ബേസ്ഡ് ഒന്നല്ല വന്നിരിക്കുന്നത്. മിക്ക സമയത്തും ചാപ്റ്റർ ബേസ്ഡ് അല്ലാത്തവരും ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് എങ്ങനെയാ സാർ വരിക മക്കളെ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ഇല്ലേ മക്കളെ? ഏതെങ്കിലും ചാപ്റ്റർ ആയിക്കോട്ടെ, ഏത് ചാപ്റ്റർ ആണെങ്കിലും ആ ചാപ്റ്ററിലെ ഇന്ന ഒരു കാര്യം നരേറ്റ് ചെയ്യാൻ വേണ്ടി വരും, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, നമ്മൾ പഠിച്ച ഏത് ചാപ്റ്ററിനും ഏതെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാം? നരേറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പറയും. ഇന്നൊരു ഇൻസിഡന്റ് നരേറ്റ് ചെയ്യാൻ വേണ്ടി വരും, അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. കഥ എഴുതി വെക്ക്, ഫോർമാറ്റ് ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടേതായ ഒപ്പീനിയൻ എഴുതി വെക്കരുത്. എന്ത് ചെയ്യാൻ പാടില്ല? ഒപ്പീനിയൻ എഴുതി വെക്കാൻ പാടില്ല. കഥ പോലെ എഴുതി വെക്കാം. പിന്നെ നരേറ്റീവ് ആയതുകൊണ്ട് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ ചാപ്റ്ററിലെ മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ ആരെങ്കിലും പറയുന്ന ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുക. സ്പെസിഫിക് ഡീറ്റെയിൽസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.